ഞാൻ സുനിൽകുമാർ പട്ടുവക്കാരൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് GST പാർട്ട് 22, പാർട്ട് 1 തൊട്ട് 21 വരെയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇൻകം ടാക്സിൻ്റെയും TDSൻ്റെതുമായി വന്ന വീഡിയോസും നിങ്ങൾ കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം വളരെ പ്രധാനപ്പെട്ട വീഡിയോസ്, അതായത് ഓരോ വീഡിയോസും പ്രാക്ടിക്കലി GSTനെ സമീപിക്കുന്ന എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണ് എന്ന രീതിയിലുള്ള വീഡിയോസാണ് ഓരോന്നും ഇട്ടിട്ടുള്ളത്. ഓരോ ടോപ്പിക്കും സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരു ഇമ്പോർട്ടൻസ് നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം തിയററ്റിക്കലി ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും, എന്തെങ്കിലും പ്രാക്ടിക്കലി സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസിൻ്റെ എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഓരോ വീഡിയോസും ഒത്തിരി ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ടോപ്പിക് എടുത്തിരിക്കുന്നത് GST നോട്ടീസിനുള്ള മറുപടി. കാരണം എനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസമായിട്ട് ഒരുപാട് കോളുകൾ അല്ലെങ്കിൽ പരിചയമുള്ളവർ നേരിട്ട് കാണുമ്പോഴും അല്ലാതെയും മെയിലിലൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് ഒരുപാട് GSTക്ക് നോട്ടീസ് വന്നിട്ടുണ്ട്, GSTൻ്റെതായ നോട്ടീസ് വന്നിട്ടുണ്ട്. കാരണം ഇതൊരു പ്രത്യേക സിറ്റുവേഷനിലൂടെയാണ് നമ്മുടെ ഫിനാൻസ് രംഗം കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ബിസിനസ് രംഗം കടന്നു പോകുന്നത്. കാരണം ഒരു വശത്ത് GST ഡിപ്പാർട്ട്മെന്റ് അവരുടെ റവന്യൂവിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ്, മറുവശത്ത് ടാക്സ് പേയേഴ്സ് എന്താണ് അവർ മുന്നേ GSTയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഫോളോ ചെയ്യുന്നതിനിടയിൽ, കാരണം നമുക്കറിയാം 2017 സ്റ്റാർട്ട് ചെയ്തത്, ജൂലൈ 2017. അതിന് ഇപ്പോഴും പല ആൾക്കാർക്കും ലെറ്റർ കിട്ടിയിരിക്കുന്നത് ആ ഫസ്റ്റ് ഇയറിൽ തന്നെയാണ്. അതായത് ജൂലൈ 2017 തൊട്ടിട്ട് 31 മാർച്ച് 2018 വരെയുള്ള അതിനുള്ള ഒരു GSTയുടെ നോട്ടീസൊക്കെയാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. കാരണം ആർക്കും ഒന്നും അറിയാത്തൊരവസ്ഥയായിരുന്നു ആ സമയത്ത്. അക്കൗണ്ട്സ് എഴുതുന്നവർക്ക് അറിയില്ല, ആരോടെങ്കിലും പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യാനും ആർക്കും പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഇപ്പോഴും ഈ 3 വർഷം കഴിഞ്ഞിട്ടും ഇതിൻ്റെ അകത്ത് കൺഫ്യൂഷൻസ് തീർന്നില്ല. അപ്പോഴും ആ തുടക്കത്തിലുള്ള അവസ്ഥ എങ്ങനെയാണ് വിവരിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ആ സമയത്തുള്ള നോട്ടീസുകളാണ് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പല ആൾക്കാർക്കും. കാരണം GST ഡിപ്പാർട്ട്മെന്റിന് റവന്യൂ വേണം, പക്ഷെ ഈ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളുകൾ ഫോളോ ചെയ്യാൻ ടാക്സ് പേയേഴ്സ് ശ്രമിക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഇന്നസെന്റ് ആയിട്ടുള്ള കുറേ ചെറിയ തെറ്റുകൾ, അതായത് ഒരിക്കലും ടാക്സ് ഇവേഷൻ ടാക്സ് പേയറുടെ എയിമേ ആയിരുന്നില്ല, അറിയാതെ പറ്റിപ്പോയ അല്ലെങ്കിൽ ടെക്നിക്കലി പറ്റിപ്പോയ അല്ലെങ്കിൽ GST, IGST, CGST എന്നൊക്കെയുള്ള നിലയിൽ ഇൻപുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. IGST ക്ലെയിം ചെയ്യേണ്ടത് ചിലപ്പം CGSTയിലോ SGSTയിലോ അല്ലെ CGST SGST ക്ലെയിം ചെയ്യേണ്ടത് IGSTയിലായി പോയിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് ചില കൺഫ്യൂഷനിൽ പറ്റിപ്പോയ, അതൊരിക്കലും ടാക്സ് ഇവേഷനുമായിട്ട് യാതൊരു ബന്ധമില്ല, അങ്ങനെ പറ്റിപ്പോയ കാര്യങ്ങളിലൊക്കെയുള്ള ഡിഫറൻസിലുള്ള നോട്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. GST ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ ഗവൺമെന്റ് അവരെ ഏൽപ്പിച്ച ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അതിൻ്റെ അകത്ത് പിന്നോട്ട് പോകാനോ അല്ലെങ്കിൽ ഒഴിവാകാനോ കഴിയില്ല. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്നത് ബിസിനസ് പീപ്പിളിനും അതിന്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർക്കും ഒക്കെ ഒരുപാട് ടെൻഷൻ. കാരണം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് കുറേ ദിവസങ്ങളായിട്ട് ആളെ മീറ്റ് ചെയ്യുമ്പോഴേക്ക് ലെറ്റർ കിട്ടിയവരും ഫിനാൻസ് ലേബറാവട്ടെ അല്ലെങ്കിൽ ഓണേഴ്സ് ആവട്ടെ, അവരൊക്കെ ഒരു കാരണം ഓൾറെഡി ഒരു ബിസിനസ് കുറച്ച് ഡള്ളായിരുന്ന ഒരു സമയമായിരുന്നു മാർച്ച് ആ സമയങ്ങളിൽ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കോവിഡിന്റെ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അത് ഒരു എന്താ പറയാ, തീർത്തും ഈ വേൾഡിനെ മുഴുവൻ നിശ്ചലമാക്കി. അപ്പോൾ ഗൾഫ് കൺട്രീസിനെ നിശ്ചലമാക്കി. അപ്പോൾ ഫണ്ട് ഒഴുക്ക് എന്ന് പറയുന്നത്, ക്യാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒഴുക്കില്ലാത്തൊരു സമയമാണ്. ബിസിനസ്സിലേക്ക് വരുന്നില്ല, പുറത്തേക്ക് പോകുന്നില്ല, പർച്ചേസ് ഇല്ല, സെയിലില്ല. എന്തിന് ഷോപ്പ് പല ഏരിയകളിൽ ഇപ്പോഴും ഷോപ്പ് തുറന്നിട്ട് തന്നെയില്ല. തുറന്നവർ കുറേ ആൾക്കാർ വെറുതെ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് പല ടാക്സുകൾ അടക്കാനുള്ള ലെറ്ററും കൂടി വന്നിരിക്കുന്നത്. മാത്രമല്ല ഈ സമയത്ത് തന്നെ വാറ്റിന്റെ ഒരുപാട് നോട്ടീസുകളും മുറക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർക്ക്. അപ്പോൾ ഇതൊരു പ്രത്യേക ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ കോവിഡ് മാത്രമല്ല, പല പ്രശ്നങ്ങളും ബിസിനസ്സിനെ അലട്ടുമ്പോൾ അതിന്റെ ഏറ്റവും കൂടുതൽ സ്പാർക്ക് വരിക ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യുന്നവരാണ്. അവർക്കും ഇതേപോലെ ടെൻഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞല്ലോ, റീസെന്റ് ആയിട്ട് കിട്ടിയ നോട്ടീസിന്
എങ്ങനെ മറുപടി അയക്കണം. കാരണം 3-4 ദിവസമായിട്ട് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ കാര്യങ്ങൾ അവർക്കുള്ള ഒരു സപ്പോർട്ട് ആവാം, എങ്ങനെ റിപ്ലൈ കൊടുക്കണം എന്നുള്ള ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് അവരുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇത് അവർക്ക് എന്തായാലും കുറേ ആൾക്കാർക്ക് കിട്ടി, കുറേ ഭാഗം ആൾക്കാർക്ക് നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ഡേ ബൈ ഡേ മറ്റുള്ളവർക്കും കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഒരു ഹെൽപ്ഫുൾ ആകട്ടെ എന്ന് കരുതിയിട്ട് ഇന്ന് ആ ഒരു റിപ്ലൈ നോട്ടീസാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് അതിലേക്കൊന്ന് കടക്കാം. നോക്കുക, ടു GST ഓഫീസർ, അഡ്രസ് ഡിയർ സർ, സബ്ജക്ട് റിപ്ലൈ ടു നോട്ടീസ് ഫോർ ഡിസ്ക്രിപ്പൻസീസ് ഇൻ ദ GSTR 9(8)D, that is claimed in GSTR 3B and in GSTR 2A. ഇത് കുറേ ഭാഗം ആൾക്കാർക്ക് കിട്ടിയിരിക്കുന്നത് അവർ 3Bയിലൂടെ ക്ലെയിം ചെയ്ത ഇൻപുട്ടും GSTR 2A വന്ന ഇൻപുട്ടും തമ്മിൽ എനിക്ക് തോന്നുന്നു ആനുവൽ റിട്ടേൺ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 8D എന്ന ഒരു ബ്ലോക്കിൽ ഇതാണ് ചോദിക്കുന്നത്. 3Bയിൽ നിങ്ങൾ എത്ര ഇൻപുട്ട് ക്ലെയിം ചെയ്തു, എന്നാൽ 2A പ്രകാരം നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ഇൻപുട്ട് എത്ര, ഡിഫറൻസ് എന്നിട്ടൊരു കോളം. ആ ഭാഗം തന്നെയാണ് എനിക്ക് തോന്നുന്നു ലെറ്ററിൽ വന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർ പറഞ്ഞത് അങ്ങനെയാണ്. ആ ഡിഫറൻസ് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചിട്ടാണ് ലെറ്റർ വന്നിരിക്കുന്നത്. അതിനുള്ള റിപ്ലൈ ആണിത്. അതായത് ഇൻപുട്ട് 3Bയിലൂടെ ക്ലെയിം ചെയ്തതും 2Aയിൽ വന്നിരിക്കുന്ന ഇൻപുട്ടും തമ്മിൽ നിങ്ങൾ എങ്ങനെയാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത് എന്നാണ് ചോദ്യം. അതിനുള്ള റിപ്ലൈ ആണിത്. സബ്ജക്ട് റിപ്ലൈ ടു നോട്ടീസ് ഫോർ ഡിസ്ക്രിപ്പൻസീസ് ഇൻ ദ GSTR 9(8)D, that is claimed in GSTR 3B and in GSTR 2A. ഡേറ്റ് കൊടുത്തിരിക്കുന്നു. റഫറൻസ് അവർ GSTR നമ്പർ, ഇവിടെ നമ്മുടെ GSTR നമ്പർ എഴുതി കൊടുക്കുക. വി ആർ ഇൻ റിസീപ്റ്റ് ഓഫ് യുവർ നോട്ടീസ് നമ്പർ ഡാഷ് ഡേറ്റഡ് ഡാഷ് ത്രൂ മെയിൽ റിഗാർഡിംഗ് ദ എബോവ് സബ്ജക്ട്. വി ആർ ഇൻ റിസീപ്റ്റ് ഓഫ് യുവർ നോട്ടീസ് നമ്പർ. എനിക്ക് തോന്നുന്നു മെയിലാണ് അധികം ആൾക്കാരും കിട്ടി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ എന്തെങ്കിലും നമ്പർ അവർ കൊടുത്തിട്ടുണ്ടോ ഒന്നും വിളിച്ചവർ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. അപ്പോഴും നോട്ടീസിൽ എന്തെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ ആ റെഫറൻസ് നമ്പർ കൊടുക്കുക. ഡേറ്റഡ് ഏത് ഡേറ്റിനാണ് ഈ മെയിൽ കെട്ടിയിരിക്കുന്നത് എന്നും കൊടുക്കുക. ത്രൂ മെയിൽ റിഗാർഡിംഗ് ദ എബോവ് സബ്ജക്ട്. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മെയിൽ നമുക്ക് ഇന്ന നമ്പർ പ്രകാരം ഇന്ന ഡേറ്റിന് കിട്ടിയിട്ടുണ്ട്. ദ ഫോളോയിങ് ആർ ദ റീസൺസ് ഫോർ ദ ഡിഫറൻസ് ഓഫ് ITC claimed in GSTR 3B and ITC in GSTR 2A for the period from 1/7/2017 to 31/3/2018. The following are the reasons. താഴെ പറയുന്നതാണ് കാരണങ്ങൾ ഫോർ ദ ഡിഫറൻസ് ഓഫ് ITC claimed in GSTR 3B and ITC in GSTR 2A. നമ്മൾ 3Bയിൽ ക്ലെയിം ചെയ്ത ITCയും 2Aയിലെ ITCയും തമ്മിൽ ഡിഫറൻസ് വരാൻ ഈ പീരീഡിൽ 1/7/2017 തൊട്ടിട്ട് 31/3/2018 വരെയുള്ള പീരീഡിൽ ക്ലെയിം ചെയ്തതിൽ ഡിഫറൻസ് വരാൻ താഴെ പറയുന്നവയാണ് കാരണങ്ങൾ. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് GSTR 2A ഈസ് നോട്ട് അവൈലബിൾ. ഈ സമയത്ത് പലപ്പോഴും ആ തുടക്ക കാലഘട്ടങ്ങളിൽ അവൈലബിൾ ആയിരുന്നില്ല. ഓർ നോട്ട് ഡിക്ലെയർഡ് മാൻഡേറ്ററി ഡ്യൂറിംഗ് ദ അബോവ് പീരീഡ്. ആ സമയത്ത് ഇപ്പോഴുള്ള ഒരു ഇമ്പോർട്ടൻസ് ഒന്നും അപ്പോഴും ആ സമയത്ത് തുടക്ക കാലഘട്ടത്തിൽ GSTR 2A കൊടുത്തിട്ടുണ്ടായിട്ടില്ല. മാത്രമല്ല ഇപ്പോഴും നമ്മൾ GSTR 1 ചെയ്യുന്നു, 3B ചെയ്യുന്നു. ഈ തുടക്ക സമയത്ത് ഇതൊന്നും ആയിരുന്നില്ല. ഒരുപാട് ഫോമുകളുടെ പേരുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പിന്നെ ഫോളോ അപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് തന്നെ ഇത് എഴുതുന്ന സമയത്ത് ഞാൻ കുറെ റെഫറൻസ് നോക്കിയാലും ഇത് അടക്കമുള്ള പല റിട്ടേണുകളും എക്സ്റ്റെൻഡ് ആക്കിയതും അങ്ങനെയൊക്കെ ആക്കിയിട്ട്, കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള സമയമായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ, ആർക്കും ഒരു പിടിയില്ലാത്ത സമയമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇതൊരിക്കലും മാൻഡേറ്ററി ആണ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഈച്ച് ആൻഡ് എവരി, ഇപ്പൊ നമ്മൾ അതിന്റെ 36 സബ്-റൂൾ 4 എന്നൊക്കെ പറഞ്ഞിട്ട് 2A ഇമ്പോർട്ടൻസ് വളരെ ഉയർത്തി കാട്ടിയിട്ടുള്ള പല റൂളുകളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ആൾക്കാർക്ക് മനസ്സിലായി ഇപ്പോഴും, അതായത് 2A ബന്ധപ്പെടുത്തിയിട്ട് വേണം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ, അല്ലാത്തതൊന്നും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇപ്പോഴറിയാം. എന്നാൽ ആ തുടക്ക സമയത്ത് ഇതൊന്നും ആരും ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മീൻസ് ഡിക്ലെയർ ഒരു സർക്കുലറോ കാര്യങ്ങളോ പറഞ്ഞിട്ട് ഇവരെ അറിയിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ടാക്സ് പേഴ്സിന് അതിന് ബോധവാന്മാരല്ല ഇത് മാൻഡേറ്ററി ആണെന്നുള്ളത്. GSTR 2A is not available or not declared mandatory during the above period and therefore comparison is not at all possible. അങ്ങനെ നമ്മളൊന്ന് ഒരു പ്രിന്റ് ഔട്ട് എടുത്തിട്ട് കമ്പയർ ചെയ്യണമെന്ന് പറയാത്തതുകൊണ്ട്, മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഫയൽ ചെയ്യാത്ത കേസ് അങ്ങനെയൊക്കെ ആയിട്ട് ഇത് പ്രിന്റ് എടുക്കലോ അല്ലെങ്കിൽ ഇത് 2A പ്രിന്റ് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മെനി സപ്ലൈസ് ഹാവ് നോട്ട് കംപ്ലൈഡ് ആസ് ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി ഡ്യൂറിംഗ് ദിസ് പീരീഡ്.
അതുകൊണ്ട് തന്നെ അവർ അത് പ്രിന്റ് എടുത്തിട്ട് മാൻഡേറ്ററി എന്ന നിലയിൽ ആരും ടാക്സ് പേയേഴ്സ് ഒന്നും ഇതിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. സെക്കൻഡ്, സം ഓഫ് ദ സപ്ലൈസ് ഹാവ് നോട്ട് ഫൈൽഡ് ദെയർ GSTR റിട്ടേൺ പ്രോപ്പർലി. ഇനി വേറെ നാണെങ്കിൽ സം ഓഫ് ദ സപ്ലൈസ് ഹാവ് നോട്ട് ഫൈൽഡ് ദെയർ GSTR റിട്ടേൺ പ്രോപ്പർലി. കുറെ ആൾക്കാർ GSTR 1 പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ല. സോ ITC ഈസ് നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ GSTR 2A. അത് നമുക്കറിയാലോ, ഒരു പാർട്ടിയുടെ ഓപ്പോസിറ്റ് പാർട്ടികളുടെ GSTR 1 ആണ് നമ്മുടെ GSTR 2A. അപ്പോൾ ഓപ്പോസിറ്റ് പാർട്ടി നമുക്ക് സപ്ലൈ തന്ന ടീമൊന്നും കുറെ ആൾക്കാർ ഫയൽ ചെയ്യുന്നില്ലെങ്കിൽ എന്തുണ്ടാവില്ല, നമ്മുടെ 2A ഇൻപുട്ട് വരില്ല. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ നോക്കുക, സം ഓഫ് ദ സപ്ലൈസ് ഹാവ് നോട്ട് ഫൈൽഡ് ദെയർ GSTR 1 പ്രോപ്പർലി, സോ ITC ഈസ് നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ GSTR 2A. അപ്പോൾ അങ്ങനത്തെ അവർ ഓപ്പോസിറ്റ് സപ്ലൈസ് ചെയ്തുകൊണ്ട് തന്നെ 2A വന്നിട്ടുണ്ടായിട്ടില്ല. ഇനി നോക്കുക, വി ടേക്കൺ ITC ഓൺ ദ ബേസിസ് ഓഫ് വാലിഡ് ടാക്സബിൾ പർച്ചേസ് ഇൻവോയ്സ് ഇൻ അവർ ഹാൻഡ്. നമ്മൾ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്? ITC എടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ള ടാക്സബിൾ ഇൻവോയ്സ്, പർച്ചേസ് ചെയ്തതിന്റെയോ അല്ല എക്സ്പെൻസിന്റെയോ ഇൻവോയ്സ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അതിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ITC ക്ലെയിം ചെയ്തിരിക്കുന്നത്. We taken ITC in the bona fide belief that the supplier will file their returns subsequently and pay the collected tax to the government. We taken ITC, നമ്മൾ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. നമുക്കെന്തെന്ന്, എല്ലാവരും ഈ നാട്ടിലെ എല്ലാവരും GST റൂള് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ സെയിൽ ചെയ്തതിന്റെ എല്ലാ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ GSTR 1 എല്ലാ ബില്ലുകളും കാണിച്ചുകൊണ്ട് കളക്ട് ചെയ്ത പൈസയൊക്കെ കൊണ്ട് അടച്ചു, ഫയൽ ചെയ്തു, എല്ലാം നിയമം അനുസരിച്ചതുപോലെ തന്നെ എന്തുണ്ട്, നമ്മൾ വാങ്ങിച്ച ടീമും അതുപോലെ തന്നെ ചെയ്യായിരിക്കും, സപ്ലൈസും അതുപോലെ തന്നെ ചെയ്യായിരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അവരും സബ്സിക്വന്റ് ആയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യും. അവർ നമ്മളിൽ നിന്ന് കളക്ട് ചെയ്ത പൈസ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? ഗവൺമെന്റിലേക്ക് അടക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ദ ആക്ഷൻ ഓഫ് നോൺ ഫയലിംഗ് ഓഫ് GST റിട്ടേൺസ് by suppliers are not in our control. The action of non-filing of GST returns by suppliers are not in our control. ഇനി ഓപ്പോസിറ്റ് പാർട്ടി ഫയൽ ചെയ്യുക, അവരെ കൊണ്ട് ഫയൽ ചെയ്യിക്കുക എന്നത് നമ്മുടെ കൺട്രോളിലുള്ള ഒരു കാര്യമല്ല. വേറൊരു സ്ഥാപനമാണ്, വേറൊരു മാനേജ്മെന്റിന്റെ കീഴിലാണ്. അപ്പോൾ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റുമായിരിക്കും? 1-2 പ്രാവശ്യം അവർ ഫോൺ കോൾ വിളിച്ച് ചോദിക്കാൻ പറ്റുമായിരിക്കും. ഓപ്പോസിറ്റ് ആൾക്കാർ ഫയൽ ചെയ്യുന്നില്ല, അവരെ 1-2 പ്രാവശ്യം വിളിക്കുക, അതിന്റെ സീരിയസ്നെസ് പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ നമുക്ക് അവരെ ആക്ഷൻ നമ്മുടെ കൺട്രോളിലല്ല. നമുക്കൊരിക്കലും അവരെ കൊണ്ട് നിർബന്ധിച്ചിട്ട് കൊണ്ടുപോയി ചെയ്യിക്കാൻ കഴിയില്ല. നോക്കുക, the action of non-filing of GST returns by suppliers are not in our control. The blocking of ITC on the basis of non-filing of suppliers are against natural justice. The blocking of ITC on the basis of non-filing of suppliers are opposite സപ്ലയേഴ്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്തതിന്റെ പേരിൽ നമ്മുടെ ITC ബ്ലോക്ക് ചെയ്യുക എന്ന് പറയുന്നത് എന്തിനെതിരാണ്? നാച്ചുറൽ ജസ്റ്റിസിന് എതിരാണ്. ആൻഡ് വിൽ ബ്രേക്ക് ദ കോൺഫിഡൻസ് ആൻഡ് ട്രസ്റ്റ് ഓഫ് ബിസിനസ് കമ്മ്യൂണിറ്റി. അത് തീർച്ചയായും ഇത്തരം ആക്ഷൻസ് എന്ത് തകർക്കും? ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ ട്രസ്റ്റും കോൺഫിഡൻസും ആത്മവിശ്വാസം ഒക്കെ ഇത്തരം ആക്ഷൻസ് തകർക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത സെന്റൻസ് നോക്കാം. ദ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആൻഡ് നോൺ ഫയലേഴ്സ് ബിൽ കോപ്പീസ് ആർ അറ്റാച്ച്ഡ് ഹിയർ വിത്ത്. എന്ത് ചെയ്തിട്ട് നമ്മൾ എത്രയാണ് ഇൻപുട്ട് ക്ലെയിം ചെയ്തിരിക്കുന്നത്, 2A എത്രയാണ് വന്നിരിക്കുന്നത്, അതിന്റെ ഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഡിഫറൻസ് റീകൺസിൽ ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതെല്ലാം ബില്ലുകളുടെ ഇൻപുട്ടാണ് ഓപ്പോസിറ്റ് സപ്ലയർ ഫയൽ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് കിട്ടാത്തത്, ആ ഡീറ്റെയിൽസ് അവിടെ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിന് നേർക്ക് തന്നെ അവരുടെ വാലിഡ് ആയിട്ടുള്ള GST നമ്പറൊക്കെയുള്ള ടാക്സബിൾ ബില്ലും സീരിയലി ബാഗിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കൈൻഡ്ലി വെരിഫൈ ദ ജെന്യുനെസ് ഓഫ് ദി ട്രാൻസാക്ഷൻ. GST ഓഫീസറോട് നമ്മൾ എന്താണ് പറയുന്നത്? ദയവ് ചെയ്തിട്ട് ഇതിന്റെ ഈ ട്രാൻസാക്ഷന്റെ ജെന്യുനെസ് ഒന്ന് വെരിഫൈ ചെയ്യണം. വി hereby confirm that all these transactions are in course or furtherance of business. നമ്മൾ സെക്ഷൻ 60 പഠിച്ചിട്ടുണ്ട്. ഫർദറൻസ് ഓഫ് ബിസിനസ്, ഇൻ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസിനുള്ള ഇൻപുട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാന്ന് പറയുന്നുണ്ട്. ആ ഒരു രീതിയിൽ ഇത് ഈ സംഭവിച്ചിരിക്കുന്ന നമ്മൾ ക്ലെയിം ചെയ്തിരിക്കുന്ന എല്ലാ ഇൻപുട്ടുകളും ഇൻ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസിനുള്ള എക്സ്പെൻസ് തന്നെയാണ്. സോ പ്ലീസ് ഡു ദ നീഡ്ഫുൾ ടു ഡ്രോപ്പ് ദ പ്രൊസീഡിങ്സ്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഈ നോട്ടീസ് പ്രകാരമുള്ള ആക്ഷൻസ്, നമുക്കെതിരെയുള്ള ആക്ഷൻസ്
ഡ്രോപ്പ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് താങ്കിങ് യു യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ഫോർ ഓഫീസിൽ കൂടി വെക്കുക. അപ്പം ഇത്ര ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റിപ്ലൈ കൊടുക്കുക. കാരണം ഓരോ നോട്ടീസും മോർ പേപ്പർ വർക്കിലേക്കാണ് നീങ്ങുന്നത്. ഓരോ നിങ്ങൾക്ക് കിട്ടുന്ന നോട്ടീസും നിങ്ങളുടെ ഇപ്പം എനിക്ക് തോന്നുന്നു 2-3 മാസം കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു വർഷത്തെ മുഴുവൻ വർക്ക് ഇനി ബാക്കിയുള്ള മാസങ്ങൾ ചെയ്യണം. നോർമലി തന്നെ ഫുൾ മാസം വർക്ക് ആയാൽ പോലും ലാസ്റ്റ് ഇൻകം ടാക്സും GST ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് CAയുടെ ഓഫീസിലും മറ്റുള്ളതായിട്ട് ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പോഴും ഈ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് സംഭവിച്ചിരിക്കുകയാണ്, 2-3 മാസം അവർക്ക് ലഭിച്ചതിൽ നിന്ന് കുറവ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ ഏറ്റവും കൂടുതൽ ഓട്ടം നടക്കേണ്ട ഒരു മാസമാണ്. അതിൻ്റെ ഇടയിലൂടെ ഇഷ്ടംപോലെ വാറ്റിന്റെ നോട്ടീസും ഉണ്ട്, GSTന്റെ നോട്ടീസും ഉണ്ട്. അപ്പോൾ GSTന്റെ നോട്ടീസിൽ പറയാം, ഓരോ നോട്ടീസ് വരുമ്പം രണ്ടായാലും അതിനൊക്കെ എന്ത് ചെയ്യണം, മോർ പേപ്പർ വർക്ക് വരും. പിന്നെ മാത്രമല്ല എന്തുകൂടി വേണം, അപ്പീലിന് കുറേ ഭാഗം ആൾക്കാർ എന്ത് ചെയ്യും, അപ്പീലിന് പോകും, ലിറ്റിഗേഷൻ കൂടും. അപ്പോൾ എന്താണ് സമയം നഷ്ടവും കാര്യങ്ങളൊക്കെ ആയിരിക്കും സംഭവിക്കുക. ഈ തർക്കങ്ങളും അതിനുള്ള മറുപടിയും അപ്പീലും ഒക്കെ ആയിട്ട് പോകുന്നതല്ല ഒരിക്കലും GSTയുടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. കാരണം GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സസ് എന്ന് ആദ്യം പറയുമ്പോൾ ഇതിനെ അവതരിപ്പിക്കുമ്പോൾ ഗുഡ് ആൻഡ് സിമ്പിൾ ടാക്സ്, അതായത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും എന്താ പറയുക, ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്, ഡീൽ ചെയ്യാൻ എളുപ്പമാണ്. ബിസിനസ്സുകാർക്ക് ഇനി അവരുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് കൂടുതൽ ബോധേഡാവേണ്ട, വളരെ ട്രാൻസ്പെറന്റ് ആയി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ള രീതിയിലാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത്. അല്ലാണ്ട് ഒരിക്കലും ഓരോ ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷന്റെ മുകളിലും ഡിപ്പാർട്ട്മെന്റും ടാക്സ് പേഴ്സും തമ്മിൽ തർക്കം വരിക, അപ്പീലിന് പോകുക അല്ലെങ്കിൽ ലിറ്റിഗേഷനിൽ ഏർപ്പെടുക എന്നുള്ളതൊന്നും അല്ല ഇതിന്റെ ഒബ്ജക്റ്റ്, GSTയുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഡിപ്പാർട്ട്മെന്റ്, GST ഡിപ്പാർട്ട്മെന്റുകൾ, ഹയർ അതോറിറ്റീസ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വരും. ഈ കോവിഡിന്റെ തിരക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ആളുകളിൽ ഏറ്റവും ആക്റ്റീവായിട്ട് ഇടപെട്ടുകൊണ്ട് ഇതിലെ എല്ലാ പ്രശ്നങ്ങളും, GSTയിലെ എല്ലാ പ്രശ്നങ്ങളും ഗവൺമെന്റ് സോൾവ് ചെയ്യും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഗവൺമെന്റ് ഈ ആദ്യത്തെ 1-2 വർഷം വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ടാക്സ് പേയേഴ്സിനോട് പെരുമാറുമെന്നും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.